ഹലോ ആൻഡ് ഹായ്. ഞാൻ ഇന്നിവിടെ ചെയ്ത ഒരു ചമ്മന്തി അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യണേ. അതായത് വെറും ചമ്മന്തി അല്ല, പുതിനയില ചമ്മന്തി. അപ്പം തേങ്ങ, ഇതിന് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്കിവിടെ പ്ലേറ്റിൽ കാണാം. പുതിനയില ഞാൻ കുറച്ച് ഫ്രഷായി വറുക്കിട്ടിയതാണ്, പക്ഷേ അതിരുന്ന് കുറച്ച് ഞാൻ അടച്ചു വെച്ച് സൂക്ഷിച്ചതിലാണ് അത് വന്നു പോയത്. പക്ഷേ അതെല്ലാം ഫ്രഷാണ്. പിന്നെ തേങ്ങ അരമുറി ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്, തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇച്ചിരി പുളി, 3-4 ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാമാണ് നമുക്ക് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറയ്ക്കുന്നതും കൂട്ടുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ എനിക്ക് നല്ല എരി വേണം. പിന്നെ നമുക്കിത് ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാനിതിപ്പോൾ കുറച്ച് പുളി നമ്മുടെ കുരു ഇല്ലാത്തത് നോക്കി അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ആ കുരുവൊക്കെ കളഞ്ഞ് പുളി എടുത്ത് വെച്ചു. പിന്നെ ഇനി 3-4 ചെറിയ ഉള്ളി, അതാണ് ടേസ്റ്റ്. പിന്നെ 2 ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ നമുക്ക് വെളുത്തുള്ളി, പിന്നെ നമുക്ക് കറിവേപ്പില, പിന്നെ പച്ചമുളക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കൂട്ടിയിടുന്നതാണ് എനിക്കിഷ്ടം, നല്ല എരി വേണമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് കഞ്ഞീരോടെ, പിന്നെ ബിരിയാണിയിലൂടെ, പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിതാണ്, വെള്ളച്ചോറൊക്കെ കഴിക്കുമ്പോൾ എനിക്കിതാണ് ഇഷ്ടം, ഇങ്ങനെ കുറച്ച് എരിയോടുകൂടി. അപ്പം ഇത് നമ്മൾ അടുത്ത തേങ്ങയും കൂടെ വെച്ച് നന്നായിട്ട് പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന്, പിന്നെ ഉപ്പും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ അത് നല്ല ഭംഗിയായി നമുക്ക് അരഞ്ഞും കിട്ടും. പിന്നെ പാകത്തിന് ഒരുപാടിട്ട് അരയ്ക്കുകയും വേണ്ട. കണ്ടില്ലേ, ഇതിപ്പം നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നുള്ള ഒരു പരുവത്തിലാണ്. അപ്പോൾ ഈ ചമ്മന്തി നമ്മൾ കല്ലിൽ വെച്ച് അരയ്ക്കും പോലെ തന്നെ, പക്ഷേ ഇത് എൻ്റെ ലൈറ്റിൻ്റെ മഞ്ഞ കളറാണ്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇതേണ്ട ചമ്മന്തി ഉരുട്ടി ഞാൻ കുറച്ചേ ഉള്ളൂ, നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ രസകരമായിട്ട് നമുക്ക് കഞ്ഞീൻ്റെ കൂടെ കഴിക്കാം, ബിരിയാണിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.